ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അറിയണത് നമ്മളിന്ന് അവക്കാഡോ ഇട്ട് ജ്യൂസ് അടിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ ഒരുപാട് വിശേഷങ്ങളും പറയാനുണ്ട്. നമ്മളെ ലൈഫിൽ സംഭവിച്ച ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അവക്കാഡോ ജ്യൂസ് ഉണ്ടാക്കാൻ എത്ര സമയം പിടിച്ചോ അത്രയും ടൈമിലുള്ള ഓരോ കാര്യങ്ങളും സ്റ്റെപ്പായിട്ടാട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മളിത് സ്പീഡ് കൂട്ടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് നമ്മളെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഇന്നതുപോലെ സംഭവിക്കുമെന്നൊക്കെ കരുതുട്ടോ. പക്ഷെ അതൊന്നുമല്ല നമ്മളെ ലൈഫ്. അള്ളാഹു നമുക്ക് ഒന്ന് കണക്കാക്കിയിട്ടുണ്ട്. അത് ആ സമയത്ത് അതേ നടക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. നമ്മുടെ ഏതൊരു കാര്യവും നല്ല റാഹത്തിലാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇപ്പം എൻ്റെ ഒരു കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യത്തേത് പ്രസവമായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത്തതും പ്രസവമാവും എന്നാണ് എല്ലാവരും കരുതിയത്. ഞാനടക്കം എല്ലാവരും രണ്ടാമത്തെ പ്രസവക്കാരും. പിന്നെ അതുമല്ല, ആദ്യത്തെ പ്രസവം പറയണത് എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറഞ്ഞാൽ എൻ്റെത് പെട്ടെന്ന് കഴിഞ്ഞിരിക്കണം കേട്ടോ. 10 മണി ടു 1 മണി ആയപ്പോഴത്തേനും 1:06 ആയപ്പോഴത്തേനും എൻ്റെ ഡെലിവറി കഴിഞ്ഞിരിക്കണം. അപ്പോൾ രണ്ടാമത്തും തന്നെ എനിക്ക് വേഗം പ്രസവം നടക്കുമെന്നായിരുന്നു എല്ലാവരുടെ മനസ്സിലും എല്ലാവരുടെ മൈൻഡിലും അങ്ങനെയായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ല നടന്നത്. ഞാനടക്കം കാരണം അങ്ങനെ ആശുപത്രിയിൽ പോയി. രണ്ടാമത്തെ ഡെലിവറി സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോയി. ഞായറാഴ്ച ദിവസമായിരുന്നു അന്ന്. ആശുപത്രിക്ക് പോയി. ആശുപത്രിയിൽ നിന്ന് വേദനയ്ക്കുള്ള മരുന്നൊക്കെ വെച്ച് ഒക്കെ സെറ്റായി. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ, ഞായറാഴ്ചയല്ലേ നമ്മൾ പോയത്, അപ്പോൾ വേദന കൂടുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ നമുക്ക് മരുന്ന് വെക്കാം എന്ന് പറഞ്ഞിട്ടോ. എന്നിട്ട് അങ്ങനെ നമ്മൾ തിങ്കളാഴ്ച രാവിലെ മരുന്ന് വെച്ചു. ഒരു 8:30 ആയപ്പോൾ മരുന്ന് വെച്ചു. വയറൊക്കെ കഴുകി മരുന്നൊക്കെ വെച്ചു. പക്ഷേ എങ്കിൽ വേദന നല്ലോണം ഉണ്ട്. പക്ഷെ ഗർഭപാത്രം തുറക്കുകയും ചെയ്തിരിക്കണു. കുട്ടി ഇറങ്ങി തല തിരിഞ്ഞ് വന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ആ വേദന സഹിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, വരാതിൽ നടക്കും. പിന്നെ ഞാൻ തന്നെ പറ്റ ക്ഷീണിച്ചൊക്കെ ചെയ്തിട്ടോ. പിന്നെ ലേബർ റൂമിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ സിസ്റ്റർമാർ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിട്ടോ. പക്ഷെ അതൊന്നും അള്ളാൻ്റെ ഒരു വിധി എത്തിയിട്ടുണ്ടാവില്ല. അള്ളാഹു നമുക്ക് ഇത് പ്രസവമല്ല ഓപ്പറേഷൻ ആക്കാരം വിധിച്ചിട്ടുണ്ടാവുക, അല്ലാതെ എന്താ പറയുക. പക്ഷെ ലാസ്റ്റ് നല്ല വേദനയും സഹിച്ച എന്താണെന്നുള്ളൊരു റബ്ബേ, ആ സമയത്ത് നമുക്കറിയില്ലല്ലേ. എങ്ങനെ പറയുക, അത്രക്കും വേദന സഹിച്ച് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പ്രസവിച്ചോന്ന്. ഒരു കുട്ടീൻ്റെ ഒരു ചെറിയൊരു ഭാഗം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടർക്ക് കപ്പിട്ട് വലിക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പരസ്പരം അതും ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്കിത് നല്ല വേദനയുണ്ട്. കുട്ടി ഇറങ്ങിയുണ്ട്. കുറേ പുഷ് ചെയ്ത് നോക്കിട്ടോ, എന്നിട്ടൊന്നും വരുന്നില്ല. അപ്പം നമ്മളത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ പ്രസവമായിരുന്നു. ഇത് ഓപ്പറേഷൻ ആയിപ്പോയി. പിന്നെ ലാസ്റ്റ് കുട്ടിയുടെ ഗ്രാഫ് മിടിപ്പ് നോക്കിയപ്പോൾ കുട്ടീൻ്റെ മിടിപ്പ് ഇങ്ങനെ കുറയൽ തുടങ്ങിട്ടോ. എന്നിട്ട് എനിക്ക് കാണിച്ചു തന്നു, കുട്ടീൻ്റെ മിടിപ്പ് കുറയണ നോക്കുക, ഇനി വെക്കാൻ പറ്റൂല. കാരണം ലാസ്റ്റ് 1 മണിക്കൂറും കൂടി വെച്ച് നോക്കി. അപ്പോൾ കുട്ടീൻ്റെ ഗ്രാഫ് പറ്റ താഴോട്ട് പോകാൻ തുടങ്ങി. അല്ലെ എമർജൻസി ആയിട്ട് പെട്ടെന്ന് ആ സമയത്ത് ആ രംഗം ഞാൻ തന്നെ ഭയന്ന്, ഞാൻ തന്നെ പേടിച്ചു. ഞാനൊക്കെ തവക്കൽത്തു അലല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ അങ്ങനെ എനിക്ക് കിട്ടണ ഓരോ ദിക്റും സ്വലാത്തും അങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കട്ടെ. ഞാൻ അതിൻ്റെ ഇടയിൽ ഉമ്മാനെ കാണാനൊക്കെ പോയിട്ട് ഉമ്മാനൊക്കെ വിളിച്ച് ഒന്നുമില്ല അങ്ങനെ ആ സിറ്റുവേഷൻ എനിക്ക് ആലോചിക്കാൻ വയ്യ. പക്ഷെ എന്നിട്ട് അങ്ങനെ പെട്ടെന്ന് പിന്നെ ഒപ്പമുള്ളവർക്കും അങ്ങനെ ഒപ്പിടലും ഭർത്താവിനെ കൊണ്ട് ഒപ്പിടിച്ചലും അങ്ങനെ എല്ലാവരും ആ സമയത്ത് എല്ലാവർക്കും ഒന്ന് കാണിച്ചെടുക്കലും പെട്ടെന്ന്
ആ വീൽ ചെയറിൽ നമ്മൾ പെട്ടെന്ന് മൂത്രത്തിന് ട്യൂബ് ഇടലും പെട്ടെന്ന് വീൽ ചെയറിൽ ഉന്തിക്കൊണ്ടോലും ലിഫ്റ്റിലൊക്കെ തന്നെ വന്നിട്ട് ലിഫ്റ്റിൽ ഇങ്ങനെ പോകലും പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റലും അവിടെ ചെന്നുകൊണ്ട് പെട്ടെന്ന് എന്തൊക്കെ കാട്ടിയിട്ട് അനസ്തേഷൻ ചെയ്യലും ഒക്കെ ചെയ്തു. പിന്നെ റബ്ബേ നമ്മളൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ തലൻ്റെ ഭാഗം മാത്രം നമുക്ക് ഒരു അന്തവും ഇല്ല. തലൻ്റെ ഭാഗം മാത്രമേ നമുക്കൊക്കെ അറിയാം. പക്ഷെ നമ്മളെ ഈ കഴുത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് കാലൊക്കെ നമ്മൾ അനക്കാൻ നമുക്ക് പൂതിയുണ്ട്, അനക്കണുണ്ട് തോന്നും. പക്ഷെ അനങ്ങാത്ത പോലെ നമുക്ക് റബ്ബേ അങ്ങനത്തെ വിധിയൊന്നും ആർക്കും കൊടുക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ മരണത്തെ കുറിച്ചിട്ട് ഞാൻ ഓർത്തു പോയി റബ്ബേ. ആ സമയത്ത് ഞാൻ അതൊക്കെ ഓർക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ കുട്ടീനെ കുറിച്ചിട്ടൊന്നും എനിക്ക് എൻ്റെ ചെറിയ കുട്ടീനെ ആലോചിച്ചിട്ടൊക്കെ നല്ല വിഷമമുണ്ടായിരുന്നു. അവളിങ്ങനെ ആലോചിക്കും. പക്ഷേ എന്ത് ചെയ്യാനാ റബ്ബേ, എന്താ അങ്ങനെ അള്ളാൻ്റെ ഒരു പരീക്ഷണം പറയില്ലേ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനാണ് സർവ്വസ്തുതി എന്ന് പറയണ പോലെ. എന്നിട്ട് ഞാൻ കാലിങ്ങനെ അനക്കുകയാണ് കേട്ടോ. പക്ഷെ എനിക്ക് കാല് അനങ്ങാത്ത പോലെ, ഒന്നിനും വയ്ക്കാത്തൊരവസ്ഥ. എന്നിട്ട് അങ്ങനെ എത്രയും പെട്ടെന്ന് അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. ബോയ് ആണ് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴൊക്കെ നമ്മൾ മരണത്തെ കുറിച്ചിട്ടാണ് ഞാൻ അപ്പോഴൊക്കെ ഓർക്കുന്നത്. എന്നാലും സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ ഒരു ഗേള്, അപ്പോൾ എനിക്കൊരു ബോയ് ആണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരധികം സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഈ ഡോക്ടർ പെട്ടെന്ന് അതൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് പക്ഷെ നമുക്കൊക്കെ അറിയുന്നുണ്ട്, എന്തൊക്കെ കാട്ടുന്നുണ്ട് എന്ന് അറിയുന്നുണ്ട്. പക്ഷെ നമുക്ക് വേദനയും കാര്യമില്ല, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ അങ്ങനെ നമ്മളെ വീട്ടിലത്തെ ആൾക്കാർക്കൊക്കെ നമ്മളെ കാണിച്ചു കൊടുത്തു. പിന്നെ നമ്മളെ ഒബ്സർവേഷനിൽ ഒരു 8 മണിക്കൂറൊക്കെ ഇട്ടുകൊടുക്കും. എന്നിട്ട് രാത്രി 7:45 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നേരം വെളുക്കാൻ സമയത്ത് 4 മണി ടൈമായപ്പോഴാണ് നമ്മൾ റൂമിലേക്ക് ആക്കണത്. അതുവരെ ആ ഒരു ഘട്ടമുണ്ടല്ലോ, ഭയങ്കരമായൊരു ഘട്ടമായിരുന്നു. ഭയങ്കരമായ ഘട്ടം പറഞ്ഞാൽ ആ സമയത്ത് കുട്ടീനെ കാണണം. പിന്നെ ഇടയ്ക്ക് ആരൊക്കെ വന്ന് കണ്ട് കുട്ടിക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് പിന്നെ അങ്ങോട്ട് അതിൻ്റെ തരിപ്പൂട്ടപ്പുണ്ടല്ലോ, ഒരു അടാറ് വേദന, പെരും വേദനയായിരുന്നു. അപ്പോൾ ഞാൻ വേദന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വയറിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു സൂചി ഇങ്ങനെ വെച്ചപ്പോൾ ആ വേദനയ്ക്കൊരു ശമനം കിട്ടി. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ജ്യൂസ് ഇവിടെ തയ്യാറായിക്കണില്ലേ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. അപ്പോൾ നമ്മൾ 10-12 ആൾക്കുള്ള ജ്യൂസാണ് ഈ 4 അവഗാഡോയും പാലും പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം മധുരം കുറച്ച് കുറവായപ്പോൾ പിന്നെയും മധുരമൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ എൻ്റെ മധുരം ഇട്ടുകാണ്ട് പിന്നെ ആ ജ്യൂസിൻ്റെ ഇതന്നെ പറന്നുകാണ്ട് അടിച്ചാണ്. മധുരം പറ്റണോലും പറ്റാത്തോലും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ തലമുറയിൽ എന്താലേ, എല്ലാവർക്കും ചിലർക്ക് മധുരം പറ്റും, ചിലർക്ക് ഉപ്പ് പറ്റില്ല, ചിലർക്ക് ഉപ്പ് പറ്റും. അങ്ങനെ ഓരോ സംഭവങ്ങൾ ഫുഡിൽ തന്നെ കൺട്രോൾഡ് ആണല്ലേ ഇപ്പോഴത്തെ തലമുറ അറിയണത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.